ഈ അവസാന നിമിഷം എന്നെ രക്ഷിക്കാൻ ആദ്യം ഓടി നടക്കുന്നുണ്ട്. എന്നെ കൈവിടാതെ പിടിച്ചു നിർത്താൻ അവ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്റെ വിധി അതാരെ കൊണ്ടും മാറ്റാൻ കഴിയില്ലല്ലോ. അമ്മു, ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് നിനക്കതിന് കഴിഞ്ഞില്ല. നീ അതിന് ശ്രമിച്ചില്ല എന്നല്ല, നിന്റെ ഭാഗത്ത് നിന്ന് കഴിയുന്നതൊക്കെ നീ ചെയ്തു. പക്ഷേ ഓരോ തവണയും സാഹചര്യങ്ങള് നിന്നെ തോൽപ്പിച്ചു. ഇപ്പോ ഈ അവസാന നിമിഷത്തില് നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ നമ്മുടെ മുന്നില് മറ്റൊരു വഴിയില്ല മോളെ. ഇത്ര ക്രൂരമായി വിധി എന്നെ വേട്ടയാടാൻ മാത്രം ഞാൻ ആരോട് എന്ത് ദ്രോഹ ചെയ്തിട്ടുള്ളേ? അതൊന്ന് പറഞ്ഞതാ. അമ്മു, മോളെ നീ സമാധാനിക്ക്. അവസാന നിമിഷത്തിലാണെങ്കിലും ആദ്യം ഈ കല്യാണം മുടക്കിയിരിക്കും. മോളെ വിഷമിക്കണ്ട, നമുക്ക് എന്തേലും ചെയ്യാം. നീ ധൈര്യമായിട്ടിരിക്കെ. അനുഭവിച്ചോ? ഇത്രയും നാളും മുത്തശ്ശന്റെ സ്നേഹവും വാത്സല്യവും മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നീയല്ലേ അനുഭവിച്ചത്? ആ സ്നേഹം തന്നെയാ ഇന്ന് നിന്നെ ഈ നിലയ്ക്കെത്തിച്ചത്. നീ ഇപ്പൊ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണീരിനും പിന്നിൽ നിനക്ക് മാത്രം സ്നേഹവും വാത്സല്യവും നൽകിയ മുത്തശ്ശൻ തന്നെയാ കാരണക്കാരൻ. ഈ വിവാഹം മുടക്കാൻ ആദ്യം ഇപ്പോഴും ഈ അവസാന നിമിഷവും ശ്രമിക്കുന്നുണ്ടല്ലേ? ആദ്യമല്ല, ഇനി ആരൊക്കെ ശ്രമിച്ചാലും ഈ കല്യാണം മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ ശ്രീനാഥ് കെട്ടുന്ന താലി നിന്റെ കഴുത്തിൽ വീണിരിക്കും. ആർക്കും നമ്മളെ ഒരു സംശയവും തോന്നാൻ പാടില്ല. റാണി ചേച്ചി, ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാനാണ് ഞങ്ങൾ ഈ കാറ്ററിംഗിന്റെ വേഷത്തിൽ വന്നത്. ഇവിടെ മരമണ്ട, മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറരുത്, അതാ പറഞ്ഞത്. ഓ അങ്ങനെ യോമാരാബദ്ധമൊന്നും കാണിക്കാതെ ഞാൻ നോക്കിക്കോളാം. അവരുടെ കാര്യേ അവര് നോക്കിക്കോളൂ, നീ മണ്ടത്തരം കാണിക്കാതിരുന്നാ മതി. ഒരുത്തനും വായി തോന്നുന്നത് വിളിച്ച് പറയരുത്. ഞാൻ പറയില്ല. നമ്മൾ വന്ന കാര്യം തീരുന്നത് വരെ നമ്മൾ കാറ്ററിംഗുകാരാ, മനസ്സിലായോ? എന്നാ പാചകത്തിനുള്ള സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് പൊയ്ക്കോ. ഓ, ഒന്ന് അനങ്ങി നടക്കടാ. അത് ഞാൻ നോക്കിക്കോളാം. ഭയങ്കര വെയിറ്റ് ഒന്ന്. എനിക്ക് വൈകുന്നേരമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ വിളിക്കാവേ. അയ്യോ റാണി ചേച്ചി, നമ്മൾ പെട്ടു. മിണ്ടാതിരിക്കടാ, വാ. അതെ, അവിടെ നിന്നേ.